നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേലിൻ്റെ ആക്രമണം ഭയന്ന് ബെയ്റൂട്ടിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരെയും സൈനിക സാമഗ്രികളെയും മാറ്റുകയാണ് ഹിസ്ബുള്ള എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. ലെബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുമെന്ന വമ്പൻ ഭയമാണ് ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കുണ്ടായിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗം ഉപമേധാവിയെ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ റോക്കറ്റ് ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയത്. അതിന് പിന്നാലെ ലെബനനിലേക്ക് ഇസ്രായേലിൻ്റെ കനത്ത ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ വന്ന സാഹചര്യത്തിലാണ് തങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഒളിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോൾ ഹിസ്ബുള്ള ആരംഭിച്ചിരിക്കുന്നത്. വമ്പൻ ഭയത്തിലാണ് ഹിസ്ബുള്ള. ഭയന്നു വിറച്ചിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ നേതാക്കൾ. തങ്ങളുടെ നേതാക്കന്മാരെ ഒളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഹിസ്ബുള്ള എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ബങ്കറുകളിൽ ഒളിപ്പിക്കുകയാണ്. ഇസ്രായേൽ ബെയ്റൂട്ടിലേക്കും ലെബനന്റെ വിവിധ പ്രദേശങ്ങളിലേക്കും മിസൈലുകൾ അയക്കുമെന്നും സുപ്രധാനമായ നഗരങ്ങൾ തകർക്കുമെന്നും ഹിസ്ബുള്ള ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് നേതാക്കന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ഹിസ്ബുള്ള നൽകിയിരിക്കുന്നത്. ഇതൊരു പക്ഷേ ഹിസ്ബുള്ളയുടെ യുദ്ധതന്ത്രമായിരിക്കാം എന്ന് ഇസ്രായേലി സൈന്യം കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ച് ആക്രമണം നടത്തുവാനുള്ള പദ്ധതി ഇടുന്നുണ്ട്. കാരണം തങ്ങളുടെ സൈനിക ഉപമേധാവിയുടെ കൊലപാതകത്തിന് തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും ഇസ്രായേലിനൊരു തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ അത് ഹിസ്ബുള്ളയുടെ തകർച്ചയുടെ ഭാഗമാണ്, തകർച്ചയുടെ തെളിവാണ് എന്ന് ലോകം വിലയിരുത്തും. അതുകൊണ്ട് ഒരു തിരിച്ചടി എന്നുള്ളത് ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ അനിവാര്യമാണ്. ഇത്തരത്തിലൊരു ആക്രമണ പദ്ധതി ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ച് മിസൈൽ ആക്രമണമാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഉദ്ദേശിക്കുന്നത്. ഇതിന് ഇസ്രായേലിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യവും കൃത്യമായി ഹിസ്ബുള്ളയ്ക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ തിരിച്ചടിയിൽ തങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി അവരെ ബങ്കറുകളിൽ ഒളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനകം ഹിസ്ബുള്ള ആരംഭിച്ചിട്ടുള്ളതും. അത്തരത്തിൽ ഒളിക്കുവാനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ ഹിസ്ബുള്ള നോക്കുന്നത് എന്ന് ഇസ്രായേലി പ്രതിരോധ സേന സംശയിക്കുന്നുണ്ട്. അതായത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഒരു വലിയ ശ്രമങ്ങൾ നടത്തിയ ശേഷം ഇസ്രായേലിൻ്റെ കോപം കൊണ്ട് ബെയ്റൂട്ട് അടക്കമുള്ള പ്രദേശങ്ങൾ കത്തിച്ചാമ്പലാകാനുള്ള സാധ്യത തീവ്രവാദികൾ മുൻകൂട്ടി കാണുകയാണ്. ഇങ്ങനെ ഒരു തിരിച്ചാക്രമണം വരികയാണെങ്കിൽ അതിൽ നിന്ന് തങ്ങളുടെ നേതാക്കന്മാർ രക്ഷപ്പെടുത്താൻ വേണ്ടി തലവന്മാരോടും സേനാംഗങ്ങളോടും ലെബനനിലെ ബെയ്റൂട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറി താമസിക്കുവാനും സുരക്ഷിതമായുള്ള കേന്ദ്രങ്ങളിലേക്ക് അഭയം മാറ്റുവാനുമുള്ള നിർദ്ദേശവും ആഹ്വാനവുമാണ് ഹിസ്ബുള്ള ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിക്കും, ഇസ്രായേലിനെ ലെബനൻ ആക്രമിക്കും, തിരിച്ച് ഇസ്രായേൽ ശക്തമായ പ്രത്യാക്രമണം നടത്തും. ആ പ്രത്യാക്രമണത്തിൽ നിന്ന് ഹിസ്ബുള്ളയുടെ നേതാക്കന്മാർക്ക് രക്ഷപ്പെടണം. അതിനുവേണ്ടിയുള്ള ആഹ്വാനമാണ് ഇപ്പോൾ ലെബനോനിൽ നടന്നിരിക്കുന്നത്. നമുക്കൊരു കാര്യം വ്യക്തമാണ്, ഇസ്രായേൽ എന്ന രാജ്യത്തിനെ ഇതിനകം തന്നെ കൃത്യമായി ഹിസ്ബുള്ള മനസ്സിലാക്കിയിരിക്കുന്നു. ഇസ്രായേലിന് ആരോടും കൂറില്ല, ആരോടും മമതയില്ല. ഇസ്രായേലിലെ ജനങ്ങളോട് മാത്രമാണ് ഇസ്രായേലി ഭരണകൂടത്തിൻ്റെ കൂറും മമതയുമെല്ലാം. ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളിലേക്ക് കടന്നു കയറി ആരാക്രമണം നടത്തിയാലും ആ രാജ്യത്തെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞാൽ തിരിച്ചടിച്ചിരിക്കുക തന്നെ ചെയ്യും. നമുക്കിപ്പോൾ ഒരു കാര്യം അറിയാം, നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ട്. ഹമാസിൻ്റെ നേതാക്കന്മാരെ കൊന്നൊടുക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞത് ഒക്ടോബർ മാസം 7-ാം തീയതിയാണ്. ഒക്ടോബർ മാസം 7-ന് ഇസ്രായേലിൻ്റെ രാജ്യത്തേക്ക് കടന്നു കയറി അവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം 1500ഓളം പേരെ പച്ചയ്ക്ക് കത്തിച്ചു കൊല്ലുകയായിരുന്നു ഹമാസിൻ്റെ ഭീകരവാദികൾ ചെയ്തത്. എന്നിട്ടതൊരു നേട്ടമായിട്ട് ഹമാസ് പറഞ്ഞു നടന്നു. തൊട്ടു പുറകെ ഹമാസിൻ്റെ അന്ത്യം കുറിക്കുന്ന യുദ്ധത്തിനാണ് ഇസ്രായേൽ തുടക്കമിട്ടത്. 9.5 മാസം പിന്നിടുന്നു യുദ്ധം ആരംഭിച്ചിട്ട്.
ഇന്നും അടങ്ങാത്ത അഭിനിവേശത്തോടുകൂടി, അടങ്ങാത്ത രക്തദാഹത്തോടുകൂടി ഇസ്രായേൽ യുദ്ധം തുടരുകയാണ്. കരഞ്ഞു കേണപേക്ഷിക്കുകയാണ് ഹമാസ് യുദ്ധം നിർത്താൻ വേണ്ടി. ഹമാസ് മാത്രമല്ല, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ, ഈജിപ്റ്റ്, സിറിയ, ലെബനൻ, യമൻ അടക്കമുള്ള രാജ്യങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു യുദ്ധം നിർത്താൻ. എന്നാൽ ഒരു രാജ്യം പറഞ്ഞാലും കേൾക്കില്ല എന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നു. അമേരിക്ക പറഞ്ഞിട്ട് കേട്ടില്ല, എന്നിട്ടാണ് ഈ അറബ് രാജ്യങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നത്. തീർക്കുക തന്നെ ചെയ്യും ഹമാസിനെ പൂർണ്ണമായും. ഏറ്റവും ഒടുവിലായി ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാന നേതാവായ ഇസ്മായിൽ ഹനിയെ ടെഹ്റാൻ, ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെത്തി കൊന്നൊടുക്കി മൊസാദ്. ഇറാൻ്റെ ആഭ്യന്തര സുരക്ഷയിൽ തന്നെ സംശയമുയർത്തുന്ന നടപടി. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയായെത്തിയ ഇസ്മായിൽ ഹനിയെ ആ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് കയറി കൊന്നൊടുക്കി ഇസ്രായേലി സേന. അതാണ് ഇസ്രായേലി സേനയുടെ കരുത്തും മൊസാദിൻ്റെ കഴിവും. ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനമായി ഹിസ്ബുള്ളയുടെ നേതാക്കന്മാർ, ഏറ്റവും പ്രധാനമായി ലെബനനിലെ ഹിസ്ബുള്ള അവരുടെ നേതാക്കന്മാരെ ഒളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ചാരക്കണ്ണിൽ നിന്നും, മൊസാദിൻ്റെ ചാരക്കണ്ണിൽ നിന്നും തങ്ങളുടെ നേതാക്കന്മാരെ രക്ഷിക്കാനുള്ള വമ്പൻ പരിശ്രമമാണ് ഇപ്പോൾ ഹിസ്ബുള്ള നടത്തുന്നത്. തങ്ങളുടെ നേതാക്കന്മാരെ ഏതെങ്കിലും പാതാളത്തിലേക്ക്, ഏതെങ്കിലും ഭൂഗർഭാറയിലേക്ക് ഒളിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ലെബനനിലെ ഹിസ്ബുള്ള. അതിൻ്റെ കാരണം ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും മൊസാദിൻ്റെ ചാരക്കണ്ണുകൾ ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ കൊന്നൊടുക്കുമെന്ന് ഹിസ്ബുള്ളയ്ക്കറിയാം. ഇസ്മായിൽ ഹനിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, എന്നിട്ടാണ് ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എന്നിട്ടും അവസാനവട്ട ശ്രമങ്ങൾ നടത്തുകയാണ് ഹിസ്ബുള്ളയുടെ നേതാക്കന്മാർ.